റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ്. വളരെ പെട്ടെന്നാണ് റമദാൻ വരുന്നതും പോകുന്നതും. നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മളിരിക്കുമ്പോ ഒരു പ്രത്യേകമായ ഒരു മാനസിക അവസ്ഥയിലാണ്. റമദാൻ അല്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായി തോന്നുന്ന ദാഹമോ ക്ഷീണമോ അവശതയോ ഒന്നുമില്ലാതെ, അങ്ങനെ ഒരു ചിന്ത പോലുമില്ലാതെയാണ് നമ്മളിപ്പോ ഊർജ്ജസ്വലരായി ഈ സമയത്തിരിക്കുന്നത്. അത് നോമ്പിന്റെ ഒരു വലിയ അത്ഭുതമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് റമദാനിലാണ് എന്നത് വലിയൊരു അത്ഭുതമാണ്. ഒന്ന് പരിശുദ്ധമായ ബദർ തന്നെ. ഹിജ്റയുടെ 2ാം വർഷം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്ന് 2ാമത്തെ വർഷമാണ്. റമദാനിലാണ് പരിശുദ്ധമായ ബദർ നടക്കുന്നത്, റമദാൻ 17. അവിടെ മുതൽ വിജയമായിരുന്നു. ലിയഹ്യാ മൻ ഹയ്യ അൻ ബയ്യിനഹ്. ബദറിന് ശേഷം ജീവിക്കുന്നവർ വ്യക്തമായൊരു തെളിവ് കണ്ടതിന്റെ ശേഷമാണ് ജീവിക്കുന്നതെന്നും, വയഹ്ലിക് മൻ ഹലക അൻ ബയ്യിനഹ്. ബദറിന് ശേഷം മരിക്കുന്ന ആളുകൾ അറിയട്ടെ, സത്യവും അസത്യവും വേർതിരിഞ്ഞതിന്റെ ശേഷമാണ് ഈ മരണം. അത്രയും യൗമുൽ ഫുർഖാൻ, ഹക്കും ബാത്തിലും വേർതിരിഞ്ഞ ഒരു സമയം വിശുദ്ധമായ ബദറാണ്. അത് റമദാനിലായിരുന്നു. ബദർ കഴിഞ്ഞാൽ പിന്നെ മക്ക വിജയം നടന്നിട്ടുണ്ട്, ഫത്ഹ് മക്ക. സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ആ സംഭവമാണ് സൂചിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. നബിയെ, അള്ളാഹുവിന്റെ വിജയവും അള്ളാഹുവിന്റെ സഹായവും നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ വിജയവും അള്ളാഹു നൽകുന്ന സഹായവും നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ അങ്ങ് അള്ളാഹുവിന് ഒരുപാട് സ്തുതിക്കണമേ നബിയെ. അത് മക്കാ വിജയമാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധമായ റമദാനിൽ ഹിജ്റയുടെ 8ാം വർഷമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 10,000-ഓളം സ്വഹാബികളും വന്ന് മക്കയിലേക്ക് പോകുന്നത്. 10,000. ആ അക്കത്തിന് പ്രത്യേകതയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട തൗറാത്തിൽ, ഓൾ ടെസ്റ്റ്മെന്റിൽ സാക്ഷി പറയാൻ അല്ലാഹു തആല ഉപയോഗിച്ച ഒരു നമ്പറാണത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന അന്ത്യപ്രവാചകർ വരുമ്പോ ജൂതന്മാർ എങ്ങനെയാണ് നബിയെ തിരിച്ചറിയുക എന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് മക്ക വിജയത്തെ ആ നേരത്തെ നബിയോടൊപ്പം എത്ര ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ്. തെളിവ് വേണ്ടേ ഈ നബി ആരാണ്? അതുകൊണ്ടാണ് the Lord came on Sinai, shined on Seri, he came forth from Mount Paran. He came with 10,000s of saints. From his right hand there went a fiery law. എന്ന് ബൈബിൾ പുരാണങ്ങളിൽ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രകാശം അങ്ങ് സീനാ മലയിൽ പ്രത്യക്ഷപ്പെട്ടു. സീനാ മല, ഹബീബ് വൈസി ഉസ്താദൊക്കെ പോയി കണ്ടിട്ടുണ്ട്. സീനാ മല ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന റൂട്ടിൽ നമ്മുടെ സിദ്ദീഖൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ അബൂബക്കർ സാഹിബ് വാടാനെ കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്. വേറെ ഉസ്താദുമാരെ കണ്ടിട്ടുണ്ട്. സീനാ മല, സീനാ പർവ്വതം ഈജിപ്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. സെയിന്റ് കാതറിൻ സിറ്റിയുടെ അരികത്ത് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ച സ്ഥലം, അള്ളാഹുവിന്റെ സംസാരം കേട്ട ബേണിംഗ് ബുഷ്, ബൈബിളിലൊക്കെ അങ്ങനെ പറയാം, ഒരു ചെറിയ കുറ്റിക്കാടിന്റെ ഉള്ളിൽ നിന്നാണ് അള്ളാഹുവിന്റെ സംസാരം കേട്ടതെന്ന്. ആ ചെടി ഇപ്പോഴവിടെ ബാക്കിയുണ്ട്. 3000 കൊല്ലം പഴക്കണ്ട ആ ചെടിക്ക്, ഉണങ്ങിയിട്ടില്ല. ഇപ്പോഴും പച്ചയായി ആ ചെടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സംസാരം കേട്ട, വെളിച്ചം കണ്ട ആ ഒരു ചെടി ഇരിക്കട്ടെ. അപ്പൊ സീനാ മലയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെയാണ് തൗറാത്ത് കിട്ടിയത്? പിന്നെ പറഞ്ഞു ഷൈൻഡ് ഓൺ സേരി,
ഫലസ്തീനിലുണ്ട് ജബൽ സാഈർ. നമ്മുടെ യാത്രയിൽ ബസ്സിന്റെ അടിയിലൂടെ പോകുമ്പോൾ നമ്മളൊരു ജബൽ സാഈർ ബോർഡ് കണ്ടിരുന്നു. മൗണ്ട് സാഈർ, സേരി മല എന്ന് പറയാം. അവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇഞ്ചീൽ കിട്ടിയത്. സീനായിലാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ തൗറാത്ത് ലഭിക്കുന്നത്. സാഈർ മലയിൽ ഫലസ്തീനിലാണ് ഈസാ നബിക്ക് ഇഞ്ചീൽ കിട്ടുന്നത്. He came forth from Mount Paran. പാറാൻ മരുഭൂമിയിൽ, പാറാൻ കുന്നുകളിൽ ഒരിക്കലൂടെ ആ ദിവ്യപ്രഭ പ്രോജ്വലിച്ചു എന്ന് പറയുന്നത് വിശുദ്ധമായ മക്കയിലെ ജബലുൻ നൂറിൽ അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ റമദാനിൽ ഇറങ്ങിയതിനെ സംബന്ധിച്ചാണ്. അതാണ് പാറാൻ കുന്നുകൾ എന്ന് പറയുന്നത്. മക്കയുടെ കുന്നുകൾക്കാണ് പാറാൻ കുന്നുകൾ എന്ന് പറയാം. അവിടെ വന്നു എന്ന് പറഞ്ഞതിന്റെ ശേഷം അന്ത്യപ്രവാചകനെ കുറിച്ച് ബൈബിൾ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുകയാണ്. He came with 10,000s of saints. 10,000 പരിശുദ്ധാത്മാക്കളുമായി ആ പ്രവാചകർ കടന്നു വരുന്നു. 10,000 പരിശുദ്ധാത്മാക്കൾ. സെയിന്റ് എന്ന് പറഞ്ഞ സന്യാസി എന്നാണ്. സന്യാസം എന്ന് പറയുന്നത് ദൈവവുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന അവസ്ഥയ്ക്കാണ് സന്യാസം എന്ന് പറയാം. അപ്പൊ 10,000-ഓളം സത്യസന്ധരായ ആളുകൾ ഈ നബിയുടെ കൂടെ വരും എന്ന് പറഞ്ഞ സന്ദർഭം. He came with 10,000s of saints from his right hand. There went a fiery law. ആ പ്രവാചകന്റെ വലതു കൈയിൽ അഗ്നിപ്രമാണമായ ഒരു വേദഗ്രന്ഥമുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ വിശുദ്ധമായ ഖുർആനും. ഈ 10,000 എന്ന് പറഞ്ഞത് ആരാ? മദീനയിൽ നിന്ന് ഹബീബിന്റെ കൂടെ മക്കയിലേക്ക് പോകുമ്പോ പരിശുദ്ധമായ മദീനയിൽ നിന്ന് യാത്ര തിരിച്ച് 10,000-കണക്കിന് ആളുകളോടാണ് തുച്ഛം ചെറിയ സംഘമായ മുസ്ലിമീങ്ങൾ അന്ന് ഫലസ്തീനിൽ യുദ്ധം നയിച്ചത്. ഹിജറ 658. റമദാൻ 25 വന്ന് ശുദ്ധമായ ആ ദിവസമാണ് മസ്ജിദുൽ അഖ്സയുടെ മോചനം നടന്നതും താർത്താരികൾക്കെതിരെ മുദഫർ ഖത്തസിന്റെ സൈന്യം വിജയിച്ചതും റമദാനിന്റെ വിശുദ്ധമായ സമയത്താണ്. ഇങ്ങനെ നോക്കിയാൽ വിജയങ്ങൾ നടന്ന വിജയഗാഥയെ റമദാനിന് പറയാനുള്ളൂ. അപ്പോ നമ്മളൊരു പട്ടിണി കിടക്കുമ്പോഴേക്കും വളരെ അങ്ങ് ക്ഷീണിച്ച് അങ്ങ് തളർന്ന് എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല കേട്ടോ, അതൊന്നുമല്ല പറയേണ്ടത്. ഊർജ്ജസ്വലതയും നമ്മുടെ എനർജിയും ഒക്കെ വർദ്ധിക്കേണ്ട സമയമാണ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.